അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചയ്ക്ക് സർപ്രൈസും കൊടുക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അച്ഛനും അമ്മേനെ വെറുപ്പിക്കുന്നുണ്ട്. അതായത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു താങ്ക് യു എന്നൊക്കെ പറയുകയാണേ. പിന്നെ ഞങ്ങളെ ഈ ഒരു സർപ്രൈസ് അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും അച്ഛൻ്റെ കിളിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഉറക്കം വന്നിരിക്കുകയായിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അച്ഛൻ ഉറക്കമൊക്കെ എവിടെ പോയിന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പോലും അറിയില്ല. ആകെ അച്ഛൻ കൺഫ്യൂസ്ഡായി എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് കുറച്ചെത്തിയപ്പോഴത്തേക്കും അമ്മ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു ഫോണോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അച്ഛക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ്റെ മുഖത്ത് നോക്കി തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അച്ഛൻ്റെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതിൽ എന്താ പറയുക, ഞങ്ങളിങ്ങനെ ഇതുവരെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ ഇവർക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് അച്ഛയ്ക്ക് ഏറ്റവും വേണ്ടത് ഈ ഒരു ഫോണായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കും വേണ്ടത് ഒരു സ്കൂട്ടി ആയിരുന്നു. എന്തായാലും ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ഈ ഒരു ബർത്ത്ഡേക്കും അവർക്ക് ആഗ്രഹിച്ചത് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ആഗ്രഹിച്ചത് അവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അമ്മയ്ക്ക് സ്കൂട്ടി ഞങ്ങളല്ല കൊടുത്തത്, എന്നിരുന്നാലും അമ്മയുടെ ആ ഒരു സന്തോഷം അതുപോലെ തന്നെ അച്ഛൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഭയങ്കര ഒരു കുളിർമയേകിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാമായിരുന്നു ഈ ഒരു സർപ്രൈസ് നിങ്ങളിതാണ് തരുന്നതെന്നുള്ളത് അറിയായിരുന്നു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. വെറുതെ പറയുകയാണേ. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ എനിക്കൊരു ഫോൺ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിയുടെ അടുത്ത് സ്കൂട്ടിയുടെ കാര്യമൊന്നും നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഇവർ ഈ ഒരു കറക്റ്റ് സമയത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷവായി മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ആയ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.